പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ വീഡിയോ കാര്യങ്ങളൊന്നും പറയണില്ല കേട്ടോ. ഈ പൊണ്ണുബാബി എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇരിക്കണുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ കുറച്ച് പേരായിട്ടോ എന്നെ അറിയണവർ, എന്നെ സത്യം പറയുകയാണെങ്കിൽ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അറിയണവരാണെങ്കിലും ശരി, പിന്നെ എന്നെ അറിയണവർ ഇപ്പോൾ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എന്നെ എല്ലാവരും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇന്നസെൻ്റ് ആണ്, പിന്നെ ഭയങ്കര ജെന്യൂനായിട്ടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ എന്തെങ്കിലും മണ്ടത്തരങ്ങളും കാര്യങ്ങളാണെങ്കിൽ കൂടി അത് ഞാൻ ഭയങ്കര ജെന്യൂനായിട്ടാണ് സംസാരിക്കാറ്. അതൊക്കെ അവർ പറയുന്നത് സത്യമായിട്ടോ. ഞാൻ ഭയങ്കര ജെന്യൂനായിട്ടും ഭയങ്കര എന്താ പറയുക, എന്താ തോന്നണേന്നു ഉള്ളത് എന്താണ് അങ്ങനെ ഞാൻ പറയാം. എനിക്കിപ്പോൾ ഒരാൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അവരോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരെ ഇഷ്ടം പിടിച്ചു പറ്റാനുള്ള രീതിയൊന്നും ഞാൻ കാട്ടില്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ആ വഴിക്ക് പൊക്കോ, ഞാൻ അങ്ങോട്ട് പോലെ. എനിക്ക് എന്താ പറയുക, എന്നെ ഇഷ്ടമുള്ളവരടുത്ത് ഞാൻ നല്ല രീതിയിൽ പെരുമാറാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എന്താ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം പറയാം. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര മുന്നൊക്കെ ആണെങ്കിൽ ഭയങ്കര പാവാണ്, ജെന്യൂനായിട്ടുള്ള കുട്ടിയാണ്, ഭയങ്കര പാവാണ്, ഇന്നസെൻ്റ് ആണെന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നില്ല. കാരണം നമ്മളുടെ ഈ ജെന്യൂനിറ്റിയും നമ്മളുടെ ഈ ഇന്നസെൻസും കാര്യങ്ങളൊക്കെ ആൾക്കാർ മുതൽ നന്നായി എടുക്കും, നമ്മളെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും, നമ്മളെ മിസ്ട്രീറ്റ് ചെയ്യും, നമ്മളെ കുറേ രീതിയിൽ പൊണ്ണു നമുക്കിങ്ങനെ അവൻ അറിഞ്ഞാണോന്ന് അറിയില്ല ക്ലാപ്പൊക്കെ തന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ പൊണ്ണുബാബി നോ 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 നോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മളെ അങ്ങനെ ഭയങ്കരമായിട്ട് മുതലെടുക്കാൻ നമ്മളുടെ ഈ ഇന്നസെൻസും അതുപോലെ നമ്മളുടെ ഈ ജെന്യൂനിറ്റിക്കൊക്കെ നല്ല ഗുഡ് ഫാക്ടേഴ്സ് ആണെങ്കിൽ കൂടിയും നമ്മളത് ആൾക്കാർ മുതലെടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പറയാറുള്ളത്, ഇപ്പം എന്നെ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നല്ല രീതിയിൽ കേട്ടിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കണത്, അതായത് ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ അവരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം കേട്ടോ. ആരാണെങ്കിൽ കൂടിയും നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് മാത്രം, ഞാൻ ഇപ്പം അഹങ്കാരത്തോണ്ട് പറയല്ല, എന്നെ അറിയണവർക്കൊക്കെ അറിയാം ഞാൻ ഇങ്ങനെയുള്ള ആളാണ്. അതായത് നമ്മൾ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന ടൈപ്പല്ല, നമ്മളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ മിണ്ടാപ്പൂച്ച കാലോടൊക്കെയാണ് ടൈപ്പ് ഒന്നുമല്ല കേട്ടോ ഞാൻ. എനിക്ക് എന്താണ് പറയാനുള്ളത്, അപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ പറയും. അല്ലാണ്ട് ഞാനതിങ്ങനെ ഇങ്ങനെ ചിരിച്ച് കാട്ടി ഞാൻ കുറച്ച് അവിടെ പോയി കുറ്റം പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറയും എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. കാരണം ഞാൻ എന്തിനാ അത് മനസ്സിൽ വെച്ചിട്ട് ഞാനത് കൊണ്ടു നടന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീലാക്കേണ്ട ആവശ്യം എന്താണ്? അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് വിഷമം വന്നാലും എന്താണെങ്കിലും എന്നെ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് എന്നെയോ അല്ലെങ്കിൽ പൊണ്ണൂനോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മോടോ ആരുടെ അടുത്ത് ട്രീറ്റ് ചെയ്താലും ഞാൻ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി ഞാൻ ചോദിക്കാറുണ്ട് എന്താണ് പ്രശ്നം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീരും. പറയാണ്ട് ഉള്ളിൽ വെച്ചിരിക്കുമ്പോഴാണ് എനിക്കത് പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കണ പോലെ അത് പൊട്ടിത്തെറിച്ച് ഭയങ്കര സീനാവുക. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും ഒക്കെ അവർ ചെയ്തത് എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഞാൻ പ്രതികരിച്ച് ഞാൻ പറയാറുണ്ട് എന്താണെന്ന്. അപ്പം ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് നല്ല രീതിയിലുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ ഒരാളെ ദ്രോഹിക്കാനോ, ഇപ്പം എന്നെ അറിയണവർക്കൊക്കെ അറിയാം ഞാൻ ഒരാളുടെ ലൈഫിൽ വന്നിട്ട് ആരും ദ്രോഹിക്കാനോ ആരും ഇതാക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ ആർക്കെങ്കിലും എൻ്റെ വല്ല ദേഷ്യത്തിലുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്നുള്ളത് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് അത്രയും ഷുവറാണ് എന്നെ കുറിച്ചിട്ട്. ഞാൻ അച്ഛനും അമ്മയും പറയണ കേട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയണ കേട്ടിട്ട് അവരെ നല്ലതിന് അല്ലെങ്കിൽ അവരെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കണമല്ലോ, അല്ലാണ്ട് ഇവർ നശിച്ചു പോട്ടെ എന്നൊന്നും പറഞ്ഞ് ഞാൻ അവരെ പ്രാവി നടക്കണമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും നമ്മളിതാക്കാണ് പൊണ്ണുബാബി നമ്മളെ ഇതാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എനിക്കത് പറയണോണ്ട് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അഹങ്കാരിയായിരിക്കും എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടാട്ടോ ഞാൻ പറയണത്. ഞാൻ ഒരാൾക്കും ദ്രോഹം വരുത്തിയിട്ടില്ല. എന്നെ എന്തിനാ പാമ്പിന്റെ മാളത്തിൽ വന്നിട്ട് കൈ ഇട്ടിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ കുത്തും, അത് അത്രേ തന്നെ ഉള്ളൂ. അപ്പം അതെനിക്ക് പറയണമെന്ന് തോന്നിട്ടോ ഈ പൊണ്ണുബാബി. അപ്പൊ ഇങ്ങനെ സത്യം പറയാൻ നമ്മളുടെ ജെന്യൂനിറ്റിയും നമ്മുടെ ഇന്നസെൻസും കുറെ ആൾക്കാർ മുതലെടുക്കാണ്ട് നമ്മൾ പാവാണ്. അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആൾക്കാരെ നന്നായി പഠിച്ചു. ഇപ്പൊ സ്ട്രേഞ്ചേഴ്സിനെ അടക്കം എനിക്ക് ആൾക്കാർ സംസാരിക്കാൻ പേടിയാണ്. എനിക്ക് അറിയില്ല, എനിക്ക് ഹേർട്ട് വാങ്ങാൻ പറ്റില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും എനിക്ക് എങ്ങനെയാ നിൽക്കണ്ടേന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം.
അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താ പറയാ ഭയങ്കര ഇന്നസെന്റ് ആണ് അവള്, ഭയങ്കര പാവാണ് എന്നൊക്കെ പറയുന്നത് നമ്മളത് വലിയ നല്ല കാര്യമായിട്ട് എടുക്കണ്ട. കാരണം എപ്പോഴാണ് പിന്നീന്ന് കുത്തുവര അല്ലെങ്കിൽ ഫ്രണ്ടിന്ന് എന്താ പറയാ ഉപദ്രവം വരാന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്നസെന്റ് ആണ്, ഭയങ്കര പാവാന്നൊക്കെ എടുക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനൊക്കെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളവർക്കൊക്കെ അറിയാമല്ലേ നമ്മളെ ലൈഫിൽ നമ്മൾ ഭയങ്കര ഇന്നസെന്റ് ജെന്യൂൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പണി വരണത് അറിയില്ല. അപ്പൊ എനിക്കിത് പറയണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും ഇപ്പൊ ഭയങ്കര ഇന്നസെന്റ് ആണെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും നിൽക്കരുത്. കാരണം നമ്മളുടെ അത് എന്താ പറയുക ഇന്നസെൻസും അതൊക്കെ ആൾക്കാര് മിസ്ട്രീറ്റ് ചെയ്യാൻ നല്ലൊരു ഇതുണ്ട്. അപ്പൊ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ബോൾഡായി. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇങ്ങനെ വലിയ ഇന്നസെന്റ് ആയിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മുടെ നേച്ചർ അങ്ങനെയാണ്, ഇന്നസെന്റ് ആണ്. പക്ഷെ നമ്മൾ അതൊന്നും കൂടി നമ്മൾ എന്താ പറയാ വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകണം. നമ്മളൊന്നും കൂടി നമ്മൾക്ക് എന്താ പറയാ സ്ട്രോങ് ആണ്, നമ്മൾ കുറച്ചും കൂടി ബോൾഡ് ആവണം, പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാ. പിന്നെ നമ്മൾ ഹേർട്ട് ആവാണ്ടിരിക്കുക. നമ്മളെ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്കെപ്പോഴും ഞാൻ ദൈവമേ അവര് നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ അവരെങ്ങനെ കുക്കറിൽ വെട്ടിക്കൊന്ന് കുക്കറിലിടാൻ അങ്ങനത്തെ ഒന്നും എനിക്ക് ഒരാളുടെ അടുത്തും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊരു കുട്ടി ചോദിച്ചു എന്താണ് ചേച്ചിയല്ല എന്താണ് കുട്ടി ഇങ്ങനെ ബയോയില് ട്രൂ ബിലീവർ ഓഫ് കർമ്മ എന്നിട്ടിങ്ങനെ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ല ഡീഡ്സ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലത് തിരിച്ചു വരും. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും മോശ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. നമ്മൾ നല്ല ഒരാൾക്ക് നല്ലത് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്നിട്ട് നമ്മൾക്ക് തിരിച്ചെന്തെങ്കിലും ആ രീതിയിൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കർമ്മ അവർ ഫേസ് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണത്. ഇപ്പോൾ ഒരു കാര്യം പറയാന്ന് വെക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കർമ്മ ഇങ്ങനെയാണ്. എന്നെ ദ്രോഹിക്കണവർക്ക് അല്ലെങ്കിൽ എന്നെ ഹേർട്ട് ചെയ്യണവർക്ക് കിട്ടണമെന്നുണ്ട്. ചെറിയ രീതിയിൽ ഹേർട്ട് ആണെങ്കിൽ അത് ഹേർട്ട് തന്നെയല്ലേ. അപ്പം ഞാൻ ഉദ്ദേശിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിച്ച ആ പെയിനും നമ്മൾ അനുഭവിച്ച ആ സഫറിങ്സും അല്ലെങ്കിൽ നമ്മൾ ആ ഇതാക്കിയിട്ടുള്ള ആ ഇതൊക്കെ അവർക്ക് അതേപോലെ ആ സെയിം അവർക്ക് കുറവും വേണ്ട കൂടുതലും വേണ്ട, നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ സെയിം സഫറിങ്സും ആ സെയിം പെയിൻസും അവർക്ക് കിട്ടണം കർമ്മയായിട്ട്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അവരൊരു ദിവസം മനസ്സിലാക്കും. ആര് തന്നെയാണ് ഇപ്പം ചെറിയ രീതിയിൽ തന്നെയാണെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്യണവരുണ്ട്. അവർക്ക് ചിലർ നമ്മളോട് അടുത്ത് വന്നിട്ട് ഭയങ്കര നല്ല രീതിയിൽ സംസാരിച്ച് സെറ്റാവും. ചില ആൾക്കാർ എന്താ പറയുക എത്ര നല്ല രീതിയിൽ നമ്മളെ അടുത്ത് വന്നാലും ആ പെർട്ടിക്കുലർ ടൈമിൽ നമ്മളുടെ അടുത്തുള്ള ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യുക, നമ്മൾക്ക് അവരോട് നമ്മൾക്ക് പ്രത്യേകിച്ച് ഹേറ്റോ കാര്യങ്ങളും വേണ്ട, നമ്മളൊരു ഡിസ്റ്റൻസ് വെക്കുക. അതാണ് നമുക്ക് നല്ലത്. അപ്പം ഇതെന്തിനാ അതൊക്കെ പറഞ്ഞറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ പറയണേ. ഞാനൊരു പൊട്ടി തള്ളയായിരുന്നു, കാര്യമായിട്ട് പറയാം. ഭയങ്കരമായിട്ട് പാവായതുകൊണ്ട് തന്നെ കുറേ പേര് ഇതായി. എനിക്ക് ഇപ്പൊ നിങ്ങൾ ചിലവരൊക്കെ കമന്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര അഹങ്കാരമല്ല. നമ്മൾ ഇങ്ങനെ പാവായിട്ട് ഇന്നാണ്ടല്ലോ ആൾക്കാർ നമ്മളെ തലയിൽ കയറി നിരങ്ങി. പിന്നെ എന്താ പറയുക ഒട്ടകത്തിന് നമ്മൾ ടെൻറ്റിൽ ഒരു സ്ഥലം കൊടുക്കാൻ പോയിട്ട് ഫുള്ള് ഒട്ടകം കയറിയൊക്കെയാണ് കഥ കേട്ടിട്ടില്ലേ, അതേ അവസ്ഥ കേട്ടോ. നമ്മൾ ബോൾഡ് ആവേണ്ട സമയത്ത് ബോൾഡ് ആവുക. പിന്നെ എല്ലാ മനുഷ്യന്മാരും അങ്ങനെയൊന്നല്ല, ചിലരൊക്കെ നല്ല എന്താ പറയുക നല്ല ഹ്യൂമൻ ബീൻസ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അവർ നല്ല പോസിറ്റീവ് എനർജി ഉള്ള ആൾക്കാരുടെ അടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഇതാക്കാം കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇതാക്കുക. പിന്നെ നമ്മളാരും അങ്ങോട്ട് ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ തന്നെ തിരിച്ച് നമ്മളും ആരും ഹേർട്ടാക്കാണ്ടിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട് സെറ്റായിട്ട് പോവാട്ടോ. ഇതിപ്പോൾ ഈ കണ്ണ് ചെയ്താത്തത് കൊണ്ടാട്ടോ ഭയങ്കര എന്തോ ആരോഗ്യ പ്രശ്നമുള്ള പോലെ നിങ്ങൾക്ക് തോന്നണേ. കണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാട്ടോ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതെനിക്ക് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം അതൊക്കെയാണ് റിയാലിറ്റി. എനിക്ക് പിന്നെ വേറൊരു കാര്യം കൂടി തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാവായിട്ട് നിന്നിട്ടൊന്നും നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം സാമർത്ഥ്യം ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടിയിട്ടുണ്ടല്ലോ നമ്മളൊരു ഇതാക്കും. അപ്പം നമ്മൾക്ക് അത്യാവശ്യം സാമർത്ഥ്യവും കാര്യങ്ങളും ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. എനിക്ക് എന്താ പറയുക ദുബായിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഞാൻ മെട്രോയിൽ പോണ സമയത്ത് എൻ്റെ ചെരുപ്പ് പൊട്ടി. എനിക്ക്
എന്താ പറയുക, നിങ്ങൾക്ക് ചിരി വരെയായിരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് എൻ്റെ ചെരുപ്പ് പൊട്ടി ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട്, മീൻസ് അച്ഛനമ്മേനും അവരൊക്കെ ഏട്ടനൊക്കെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറയാം എൻ്റെ ചെരുപ്പ് പൊട്ടി ഞാൻ എന്താ ചെയ്യും. കാരണം എനിക്കറിയില്ല, 25 വയസ്സായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ചെരുപ്പ് പൊട്ടി എന്താ അടുത്തത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പാനിക്കായി ഞാൻ. അപ്പം അങ്ങനെയൊന്നും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ ഒരു ലൈഫിൽ പെട്ടെന്ന് ചെരുപ്പ് പൊട്ടി എന്ത് ചെയ്യും, അടുത്ത സ്റ്റോപ്പിൽ പോയിട്ട് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ പോയിട്ട് ചെരുപ്പ് വേറെ മേടിച്ചിട്ട് ഇട്ടിട്ട് പോരാ. ഇത് ആ സമയത്ത് പതറി ആകെ ഇതായി. അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ വെച്ചിട്ടാണെങ്കിലും ഉണ്ടായത്. പിന്നെ എനിക്കതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടാട്ടോ തോന്നിയേ. അന്ന് ഞാൻ ശരിക്കും ഓഫീസിൽ കരഞ്ഞിട്ട് പോയി ചെരുപ്പ് പൊട്ടി എന്ത് ചെയ്യും ഇതാക്കും. പിന്നെ എന്നോട് പറഞ്ഞു അപ്പുറത്ത് അവിടെ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് നീ ചെരുപ്പ് മേടിച്ചിട്ട് പോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെരുപ്പ് മേടിച്ചിട്ട് ഞാൻ വന്നു. അങ്ങനെയാണ് ഓരോ കാര്യവും ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ പഠിച്ചിരിക്കണം കേട്ടോ. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ഞാൻ ഭയങ്കര വലിയ അച്ചാച്ചൻ വന്നത് കൊണ്ടാട്ടോ ഇപ്പം ഇവിടുന്ന് പെട്ടെന്നൊരു ദിവസം കൊണ്ട് എനിക്ക് എല്ലാ അറിവുകളും നമുക്ക് ലൈഫിൽ ഓരോ എക്സ്പീരിയൻസുകൾ മാത്രമായിട്ട് നമുക്ക് ഇതാവാം. അവ ഉറങ്ങിയില്ലേ? അപ്പൊ ഇത്ര ഉള്ളോട്ടോ വീഡിയോ. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൊണ്ട് വൈൻഡപ്പ് ചെയ്യും. ടാറ്റ കൊടുക്ക് ടാറ്റ. എനിക്കല്ലേ ഇവിടെ ടാറ്റ കൊടുക്ക്. വാ അച്ഛനാട്ടെ ടാറ്റ കൊടുക്കണേ. അപ്പൊ അച്ഛനെ നോക്കട്ടെ. അപ്പൊ അതെ ടാറ്റ. അപ്പൊ ഇത്രേ ഉള്ളോട്ടോ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോസാണ് ഞാൻ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.